ചരിത്രത്തിലെ ഏറ്റവും വലിയ പ്രതികാരത്തിൻ്റെ കഥയാണിത്. കേവലം വാളുകൾ കൊണ്ടോ ആയുധങ്ങൾ കൊണ്ടോ അല്ല, മറിച്ച് ബുദ്ധിശക്തിയും ഇച്ഛാശക്തിയും കൊണ്ട് ഒരു സാമ്രാജ്യത്തെ മുഴുവൻ കടപുഴക്കിയ ഒരുവൻ്റെ കഥ. നിങ്ങൾ ചാണക്യനീതി എന്ന പുസ്തകത്തെക്കുറിച്ച് കേട്ടിട്ടുണ്ടാകും. ജീവിത വിജയത്തിനായുള്ള വെറുമൊരു ഉപദേശങ്ങളുടെ സമാഹാരം മാത്രമല്ല അത്, മറിച്ച് അപമാനിക്കപ്പെട്ട ഒരു മനുഷ്യൻ തൻ്റെ ജീവിതാനുഭവങ്ങളിൽ നിന്ന്, താൻ ഒഴുക്കിയ വിയർപ്പിൽ നിന്ന്, ചോരയിൽ നിന്ന് മനുഷ്യരാശിക്ക് നൽകിയ ഏറ്റവും വലിയ സമ്മാനമാണത്. ഇന്ന് നാം കേൾക്കാൻ പോകുന്നത് കേവലം തത്വങ്ങളല്ല, ചന്ദ്രഗുപ്ത മൗര്യൻ എന്ന സാധാരണക്കാരനെ ഇന്ത്യയുടെ ചക്രവർത്തിയാക്കി മാറ്റിയ ചാണക്യൻ്റെ ജീവിതകഥയിലൂടെ ആ മഹത്തായ ഗ്രന്ഥത്തിൻ്റെ ഉള്ളറകളിലേക്കാണ് നാം യാത്ര ചെയ്യുന്നത്. വർഷങ്ങൾക്ക് മുൻപ് മഗധ എന്ന മഹാസാമ്രാജ്യം ഭരിച്ചിരുന്നത് ധനനന്ദൻ എന്ന ക്രൂരനും അഹങ്കാരിയുമായ രാജാവായിരുന്നു. ധനം സ്വരൂപിക്കുന്നതിൽ മാത്രമായിരുന്നു രാജാവിൻ്റെ ശ്രദ്ധ. ജനങ്ങളുടെ സങ്കടങ്ങൾ അയാൾ കേട്ടില്ല. ആ സമയത്താണ് അലക്സാണ്ടർ ചക്രവർത്തി ഇന്ത്യയെ ആക്രമിക്കാൻ തയ്യാറെടുക്കുന്നത്. ഈ വിവരം അറിയിക്കാനും രാജ്യത്തെ രക്ഷിക്കാനുമുള്ള ഉപദേശം നൽകാനും തക്ഷശിലയിലെ ഒരു പാവപ്പെട്ട ബ്രാഹ്മണ അധ്യാപകൻ രാജാവിനെ കാണാനെത്തി. അയാളുടെ രൂപം വിരൂപമായിരുന്നു. വസ്ത്രങ്ങൾ മുഷിഞ്ഞതായിരുന്നു. അയാളുടെ പേര് വിഷ്ണുഗുപ്തൻ അഥവാ ചാണക്യൻ. രാജസഭയിലെത്തിയ ചാണക്യനെ ധനനന്ദൻ ക്രൂരമായി അപമാനിച്ചു. രൂപത്തെയും ദാരിദ്ര്യത്തെയും പരിഹസിച്ചു. ഒരു പാവം അധ്യാപകന് എന്നെ രാജധർമ്മം പഠിപ്പിക്കാൻ മാത്രമായോ എന്ന് ചോദിച്ച് കാവൽക്കാരെ കൊണ്ട് അദ്ദേഹത്തെ സഭയിൽ നിന്നും വലിച്ചിഴച്ച് പുറത്താക്കി. ആ അപമാനത്തിൽ നിന്നാണ് ചാണക്യനീതിയിലെ ആദ്യത്തെ വലിയ പാഠം ലോകം പഠിച്ചത്. സഭയിൽ നിന്നും പുറത്താക്കപ്പെട്ട ചാണക്യൻ തൻ്റെ ശിഖ, അതായത് കുടുമ അഴിച്ചിട്ടുകൊണ്ട് ഒരു പ്രതിജ്ഞയെടുത്തു. അഹങ്കാരിയായ രാജാവേ, നിന്റെ ഈ സിംഹാസനത്തിൽ നിന്നും നിന്നെ ഞാൻ താഴെ ഇറക്കും. നിന്റെ സാമ്രാജ്യം ഞാൻ നശിപ്പിക്കും. അതിനുശേഷം മാത്രമേ എൻ്റെ ഈ കുടുംബം ഞാൻ കെട്ടുകയുള്ളൂ. ചാണക്യനീതിയിൽ അദ്ദേഹം പറയുന്നു, വിദ്യയുള്ളവനെ അവൻ്റെ രൂപം കൊണ്ടോ പണം കൊണ്ടോ അളക്കരുത്. ഒരു വിദ്വാൻ്റെ കോപം ഒരു വലിയ സാമ്രാജ്യത്തെ വരെ ചുട്ടരിക്കാൻ പോകുന്നതാണ്. ഒരാളുടെ ബാഹ്യ സൗന്ദര്യത്തിലല്ല, അയാളുടെ ബുദ്ധിയിലാണ് യഥാർത്ഥ ശക്തി കുടികൊള്ളുന്നത് എന്ന് ചാണക്യൻ ലോകത്തിന് കാണിച്ചു കൊടുക്കാൻ തുടങ്ങുകയായിരുന്നു. മഗധയുടെ തെരുവിലൂടെ തൻ്റെ ലക്ഷ്യത്തിലേക്കുള്ള ആയുധം തേടി ചാണക്യൻ നടന്നു. ഒരു രാജാവിനെ വീഴ്ത്താൻ അതിനേക്കാൾ കരുത്തനായ മറ്റൊരു രാജാവിനെ സൃഷ്ടിക്കണം. അങ്ങനെയിരിക്കെ ഒരു ഗ്രാമത്തിൽ വെച്ച് കുറച്ച് കുട്ടികൾ രാജാവും പ്രജകളും കളിച്ചുകൊണ്ടിരിക്കുന്നത് അദ്ദേഹത്തിൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു. അതിൽ രാജാവായി അഭിനയിക്കുന്ന കുട്ടിയുടെ നീതിബോധവും ശബ്ദത്തിലെ ഗാംഭീര്യവും ചാണക്യനെ ആകർഷിച്ചു. അവനൊരു സാധാരണ വേട്ടക്കാരൻ്റെ വളർത്തുപുത്രനായിരുന്നു. ചാണക്യൻ ആ കുട്ടിയെ പണം കൊടുത്തു വാങ്ങി തക്ഷശിലയിലേക്ക് കൊണ്ടുപോയി. ആ കുട്ടിയായിരുന്നു സാക്ഷാൽ ചന്ദ്രഗുപ്ത മൗര്യൻ. വർഷങ്ങളോളം നീണ്ട കഠിനമായ പരീക്ഷണങ്ങളും പരിശീലനങ്ങളും ചാണക്യൻ അവന് നൽകി. ആയുധവിദ്യ മാത്രമല്ല, രാജ്യതന്ത്രവും നീതിയും അവൻ പഠിച്ചു. ഇവിടെയാണ് ചാണക്യനീതിയിലെ കുട്ടികളെ വളർത്തുന്നതിനെക്കുറിച്ചുള്ള പ്രശസ്തമായ തത്വം ജനിക്കുന്നത്. അദ്ദേഹം പുസ്തകത്തിൽ എഴുതി, 5 വയസ്സുവരെ കുട്ടികളെ സ്നേഹിച്ചു വളർത്തുക. 10 വയസ്സുവരെ അവരെ കണിശതയോടെയും അച്ചടക്കത്തോടെയും ശിക്ഷിച്ചു വളർത്തുക. എന്നാൽ 16 വയസ്സായാൽ പിന്നെ അവരോടൊരു സുഹൃത്തിനെ പോലെ പെരുമാറുക. ചന്ദ്രഗുപ്തനെ കേവലം ഒരു യോദ്ധാവായല്ല, വികാരങ്ങളെ നിയന്ത്രിക്കാൻ കഴിയുന്ന ലക്ഷ്യബോധമുള്ള ഒരു നേതാവായാണ് ചാണക്യൻ വാർത്തെടുത്തത്. ഒരു ഗുരുവിന് എന്തൊക്കെ ചെയ്യാൻ കഴിയുമെന്ന് അദ്ദേഹം ലോകത്തിന് കാണിച്ചു കൊടുത്തു. ചന്ദ്രഗുപ്തൻ യൗവനത്തിലെത്തി. ഒരു ചെറിയ സൈന്യത്തെ രൂപീകരിച്ച് അവർ നേരെ മഗധയുടെ തലസ്ഥാനം ആക്രമിക്കാൻ പോയി. എന്നാൽ നന്ദൻ്റെ വലിയ സൈന്യത്തിന് മുന്നിൽ അവർക്ക് പരാജയം സമ്മതിക്കേണ്ടി വന്നു. ഒളിവിൽ കഴിഞ്ഞ ആ രാത്രിയിൽ ഒരമ്മ തൻ്റെ കുട്ടിക്ക് ചൂടുള്ള കഞ്ഞി വിളമ്പിക്കൊടുക്കുന്നത് ചാണക്യൻ കണ്ടു. കുട്ടി കഞ്ഞിയുടെ നടുക്ക് വിരലിട്ടപ്പോൾ കൈ പൊള്ളി. അപ്പോൾ ആ അമ്മ പറഞ്ഞു, നീ ചാണക്യനെ പോലെ വലിയ വിഡ്ഢിയാണല്ലോ. നടുക്ക് നിന്ന് കഴിക്കാതെ ചൂട് കുറഞ്ഞ വശങ്ങളിൽ നിന്ന് പതുക്കെ കഴിച്ചു തുടങ്ങൂ. ആ വാക്കുകൾ ചാണക്യൻ്റെ തലച്ചോറിൽ ഒരു മിന്നൽ പിണറായി മാറി. തൻ്റെ തന്ത്രം തെറ്റാണെന്ന് അദ്ദേഹം തിരിച്ചറിഞ്ഞു. ചാണക്യനീതിയിൽ ശത്രുവിനെ നേരിടുന്നതിനെക്കുറിച്ച് പറയുന്ന ഭാഗങ്ങൾ ഈ അനുഭവത്തിൽ നിന്നും വന്നതാണ്. ശത്രുവിനെ ഒരിക്കലും നേരിട്ട് അവൻ്റെ കോട്ടയിൽ പോയി ആക്രമിക്കരുത്. ആദ്യം അവൻ്റെ സഖ്യകക്ഷികളെ ഇല്ലാതാക്കുക, അതിർത്തികൾ കീഴടക്കുക. സാവധാനം ശക്തി കുറച്ച് മാത്രം കേന്ദ്രത്തിലേക്ക് വരിക. പിന്നീട് അവർ പർവ്വതൻ എന്ന രാജാവുമായി സഖ്യമുണ്ടാക്കി.
ചാണക്യൻ തൻ്റെ ശത്രുക്കളെ നേരിടാൻ വിഷകന്യകമാരെയും ചാരന്മാരെയും ഉപയോഗിച്ചു. അദ്ദേഹം എഴുതി, ശത്രുവിൻ്റെ ദൗർബല്യം തിരിച്ചറിയുന്നതാണ് ഏറ്റവും വലിയ ആയുധം. ഒരു രഹസ്യം നിനക്ക് മാത്രം അറിയാവുന്നിടത്തോളം കാലം നീ സുരക്ഷിതനാണ്. അത് മറ്റൊരാളോട് പറയുന്ന നിമിഷം നീ അപകടത്തിലാകുന്നു. കൂടെ നിൽക്കുന്നവരിൽ ആരെ വിശ്വസിക്കണം, ആരെ അകറ്റി നിർത്തണം എന്നതിൻ്റെ കൃത്യമായ പാഠങ്ങൾ ആ യുദ്ധഭൂമിയിലാണ് അദ്ദേഹം രൂപപ്പെടുത്തിയത്. ഒടുവിൽ ചാണക്യൻ്റെ തന്ത്രങ്ങൾക്ക് മുന്നിൽ ധനനന്ദൻ പരാജയപ്പെട്ടു. ചന്ദ്രഗുപ്ത മൗര്യൻ മഗധയുടെ ചക്രവർത്തിയായി സിംഹാസനത്തിലിരുന്നു. വർഷങ്ങൾക്ക് മുൻപ് താൻ എടുത്ത പ്രതിജ്ഞ പൂർത്തിയാക്കിയ ചാണക്യൻ തൻ്റെ അഴിഞ്ഞുകിടന്ന കുടുംബം വീണ്ടും കെട്ടിവെച്ചു. പക്ഷേ എല്ലാവരെയും അത്ഭുതപ്പെടുത്തിക്കൊണ്ട് ചാണക്യൻ അധികാരത്തിൻ്റെ ഒരു സ്ഥാനവും ഏറ്റെടുത്തില്ല. കൊട്ടാരത്തിലെ സുഖസൗകര്യങ്ങൾ ഉപേക്ഷിച്ച് കൊട്ടാരത്തിന് പുറത്തുള്ള ഒരു ചെറിയ കുടിലിലാണ് അദ്ദേഹം താമസിച്ചത്. ചന്ദ്രഗുപ്തന് ഭരണകാര്യങ്ങളിൽ ഉപദേശം നൽകുക എന്നത് മാത്രമായിരുന്നു അദ്ദേഹത്തിൻ്റെ ജോലി. ഇവിടെയാണ് ചാണക്യനീതിയിലെ ഏറ്റവും ഉദാത്തമായ ചിന്തകൾ കാണാൻ സാധിക്കുന്നത്. സമ്പത്തിനെക്കുറിച്ചും ജീവിതത്തെക്കുറിച്ചും അദ്ദേഹം പറഞ്ഞു, സമ്പത്ത് എന്നത് നാം ഇരിക്കുന്ന കസേര പോലെയാണ്. അത് ആവശ്യമാണ്, എന്നാൽ അത് നമ്മെ ഭരിക്കാൻ അനുവദിക്കരുത്. അധർമ്മത്തിലൂടെ നേടുന്ന പണം 10 വർഷം നിലനിൽക്കും. 11ാം വർഷം അത് പലിശ സഹിതം നശിച്ചു പോകും. ഒരു നല്ല ഭരണാധികാരി എങ്ങനെയായിരിക്കണം? ഒരു മനുഷ്യൻ തൻ്റെ കുടുംബത്തെ എങ്ങനെ സംരക്ഷിക്കണം? കടബാധ്യതകൾ എങ്ങനെ ശത്രുവാകുന്നു എന്നതൊക്കെ അദ്ദേഹം വരും തലമുറയ്ക്കായി താളിയോലകളിൽ എഴുതി വച്ചു. അതാണ് ഇന്ന് നാം കാണുന്ന നീതിസാരവും അർത്ഥശാസ്ത്രവും. ചാണക്യൻ കാലയവനികയ്ക്കുള്ളിൽ മറഞ്ഞു. എന്നാൽ അദ്ദേഹം തൻ്റെ അനുഭവങ്ങളിൽ നിന്നെഴുതിയ ആ വാക്കുകൾ ആയിരക്കണക്കിന് വർഷങ്ങൾക്കുമിപ്പുറം നമുക്കിടയിൽ ജീവിക്കുന്നു. ചാണക്യനീതി എന്നത് ഇരുട്ടിൽ നിൽക്കുന്നവന് വഴി കാണിക്കുന്ന ഒരു വലിയ വെളിച്ചമാണ്. ദുർജനങ്ങളെ അകറ്റി നിർത്താനും നല്ല സുഹൃത്തുക്കളെ തിരിച്ചറിയാനും സാമ്പത്തിക അച്ചടക്കം പാലിക്കാനും അത് നമ്മെ പഠിപ്പിക്കുന്നു. ഭയം നിങ്ങളെ തേടി വരുന്നതിന് മുൻപേ അതിനെ നശിപ്പിക്കുക എന്ന് ചാണക്യൻ പറഞ്ഞു. നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് നിങ്ങൾ നേരിടുന്ന പ്രതിസന്ധികൾക്ക്, പരാജയങ്ങൾക്ക്, ബന്ധങ്ങളിലെ വിള്ളലുകൾക്ക് ഒക്കെയുള്ള പരിഹാരം ആ വലിയ മനുഷ്യൻ്റെ വരികളിലുണ്ട്. ചരിത്രം എപ്പോഴും വിജയികളുടേതാണ്. ബുദ്ധിയും ഇച്ഛാശക്തിയും ഉണ്ടെങ്കിൽ കൊട്ടാരത്തിൽ നിന്ന് ഇറക്കി വിട്ടവന് അതേ കൊട്ടാരത്തിൻ്റെ രാജാവിനെ സൃഷ്ടിക്കാൻ കഴിയും എന്നതിൻ്റെ ജീവിക്കുന്ന തെളിവാണ് ആചാര്യ ചാണക്യൻ. അദ്ദേഹത്തിൻ്റെ വാക്കുകൾ നിങ്ങളുടെ ജീവിതത്തിലും വെളിച്ചം വീശട്ടെ. ഈ ചരിത്രകഥ നിങ്ങൾക്കൊരു പുതിയ ദിശാബോധം നൽകിയിട്ടുണ്ടാകുമെന്ന് വിശ്വസിക്കുന്നു.